നമ്മുടെ വയനാട്ടിൽ കൽപ്പറ്റയിൽ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ നടക്കുന്ന അക്വാടണൽ എക്സ്പോയിൽ മത്സ്യകന്യകാരും വന്നതെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ വിട്ടിരുന്നു. വീഡിയോയ്ക്ക് കുറേ ആളുകൾ ചോദിച്ചു, ഒറിജിനൽ മത്സ്യകന്യകമാരാണോ വന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ആണോ, എങ്ങനെയാണ് അവർ വെള്ളത്തിൽ നീന്തി തുടിക്കുക എന്നൊക്കെ. ഇതാണ് അവർ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന വീഡിയോ. ഇത് നമുക്ക് വന്ന 100 രൂപ ടിക്കറ്റ് എടുത്ത് കയറുന്ന എല്ലാവർക്കും ഈ മത്സ്യകന്യകമാരുടെ ഈ പെർഫോമൻസ് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അതായത് മത്സ്യകന്യകമാർ ആരാണെന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കടലിലെ പകുതി മനുഷ്യരുടെയും പകുതി മത്സ്യത്തിൻ്റെയും ഉടലുള്ള ഒരു സൈറണുകളുടെ പ്രതീകങ്ങളാണ് മത്സ്യകന്യകകൾ. അതൊരു മിത്തായിട്ട് തുടരുകയാണ് കുറേ വർഷങ്ങളായിട്ട്. പുരാതന കാലം മുതൽ തന്നെ സമുദ്ര സംസ്കാരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഐതിഹാസിക ഒരു കടൽ ജീവികളാണ് ശരിക്കും മെർമെയ്ഡ്സ് അഥവാ മത്സ്യകന്യകമാരെന്ന് പറയുന്നത്. പുരാതന ഗ്രീക്ക് ഇതിഹാസ കവി ഹോമർ അവയെക്കുറിച്ച് ദി ഒഡീസിയിൽ എഴുതിയിട്ടുണ്ട്. പുരാതന ഫാർ ഈസ്റ്റിൽ മത്സ്യകന്യകകൾ ശക്തരായ കടൽ ഡ്രാഗണുകളുടെ ഭാര്യമാരായിരുന്നു. കൂടാതെ അവരുടെ ഇണകൾക്കും കരയിലെ ചക്രവർത്തിമാർക്കും ഇടയിൽ വിശ്വസ്തത സന്ദേശവാഹകരായി അവർ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ ആദിവാസികൾ മത്സ്യകന്യകകളെ യാവ് ക്യാക്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. അവരുടെ മാസ്മരിക ഗാനങ്ങളെ സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു പേരായിരുന്നു അത്. നമ്മുടെ ജീവിവർഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മത്സ്യകന്യകകളെക്കുറിച്ചുള്ള വിശ്വാസം ഉടലെടുത്തിട്ടുണ്ട്. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക മനുഷ്യർ കരയിൽ ആധിപത്യം സ്ഥാപിക്കുകയും സമുദ്രങ്ങളിൽ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുതൽ പുരാതന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ ഗുഹാചിത്രങ്ങളിൽ മാന്ത്രിക സ്ത്രീരൂപങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പുരാണങ്ങളിൽ കൈമറസ് എന്നറിയപ്പെടുന്ന അർദ്ധ മനുഷ്യ ജീവികളും ധാരാളമുണ്ട്. മത്സ്യകന്യകൾക്ക് പുറമെ ബുദ്ധിമാനായ സെൻഡോറുകൾ, കാട്ടു സാറ്റിറുകൾ, ഭയാനകമായ മിനിറ്റോറുകൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. അവയൊക്കെ ചുരുക്കം ചിലത് മാത്രമാണ്. എന്നാൽ മത്സ്യകന്യകകൾ യാഥാർത്ഥ്യമാണോ? ഇതാണ് ഒരു ചോദ്യം. ജലജീവികളായ ഹ്യൂമനോയിഡുകളുടെ ഒരു തെളിവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ശാസ്ത്രത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് അവ സമുദ്രസഞ്ചാരികളായ മിക്കവാറും ആളുകളെയും കൂട്ടായ അബോധാവസ്ഥയിലേക്ക് നീക്കുന്നത് അല്ലെങ്കിൽ അവരെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഒരു സംശയം ആളുകൾക്കുണ്ട്. അത് ചരിത്രകാരന്മാരും തത്വചിന്തകരും നരവംശ ശാസ്ത്രജ്ഞരും മറ്റുമൊക്കെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും നമ്മുടെ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള മത്സ്യകന്യകമാരെ കാണാനും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും അവരുടെ പെർഫോമൻസ് ആസ്വദിക്കാനൊക്കെ ധാരാളം പേരെത്തുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു പല ഷോകൾ പോലെ മെർമെയ്ഡ് ഷോ എന്ന് പറയുന്ന ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു വിനോദം കേരളത്തിലും വ്യാപകമായിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഇത് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് മെർമെയ്ഡ്സ്. കുറേയേറെ പേരുണ്ട്, അവരെയൊക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടുത്താം.